ഹായ് ഹലോ നമസ്കാരം. ക്രാഫ്റ്റ് ആൻഡ് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഉച്ചയൂണ് കറികളാണ്. വളരെ ടേസ്റ്റിയും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുമായ കുഞ്ഞു കറികളാണ് ഇന്നത്തേത്. അപ്പം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പരിപ്പ് ഉലർത്തിയതാണ്. അതിനായിട്ട് ഞാൻ തുവരപ്പരിപ്പ് നന്നായി കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലേക്കിട്ട് അതിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം കൂടി ഒഴിച്ച് മൂടി വെച്ച് തിളച്ച് വരുന്ന വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് തിള വരുന്നതോടുകൂടി ലോ ഫ്ലെയിമിലേക്ക് വേവിച്ചെടുക്കണം. പരിപ്പ് ഒരു പകുതി വേവായിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പരിപ്പ് വെന്ത് കുഴയരുത്, ഒറ്റയായിട്ട് പരിപ്പൊക്കെ എടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം കൂടിയുണ്ട്, അതൊന്ന് വറ്റി വരുമ്പോഴേക്കും പരിപ്പും പാകത്തിന് വെന്ത് കിട്ടും. അതായത് നമ്മുടെ പരിപ്പിലെ വെള്ളമൊക്കെ വറ്റി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കാച്ചിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഒരു പിടി ചെറിയുള്ളി ചതച്ചെടുത്തതും 2 പച്ചമുളക് ചതച്ചതും കുറച്ച് കറിവേപ്പിലയും അതിലേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ചതച്ച ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് മൂത്ത് വന്നപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. തീ കുറച്ച് വെച്ചതിന് ശേഷം മുളക് പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു പിടി നാളികേരം, ഒരു 1/4 കപ്പൊക്കെ ഉണ്ടാവും നാളികേരം, അതുകൂടി ചേർത്ത് ലോ ഫ്ലെയിമിലാക്കി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നാളികേരം ഒരു 5-6 മിനിറ്റ് എങ്കിലും ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പം നല്ലോണം മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും. അപ്പം നമ്മളിതിലേക്ക് വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. നാളികേരമൊക്കെ നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പരിപ്പ് തീരെ കുഴഞ്ഞ് പോകരുത്, ഒറ്റയായിട്ട് പരിപ്പ് കെടുക്കണം. ആ രീതിയിൽ വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് പരിപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് നന്നായിട്ടൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി മാറ്റി വയ്ക്കാം. നമ്മുടെ പരിപ്പ് പുലർത്തിയത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കുന്ന ഒരു കശുവണ്ടി ചമ്മന്തിയാണ്. അപ്പം അതിനായിട്ട് ഒരു പിടി കശുവണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത കശുവണ്ടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, പിന്നെ കുറച്ച് ചെറിയുള്ളി ചതച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ് വളരെ കുറച്ച് മാത്രം ഇട്ടാൽ മതി. ഒരു 1/4 സ്പൂൺ അങ്ങനെ ഉപ്പിട്ടാൽ മതി. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ചാലിച്ചെടുക്കുക ആദ്യം. അപ്പോൾ മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഈശിയായിട്ട് വെള്ളം ഒഴിച്ചൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായി വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിന് ചൂട് ചോറിനൊപ്പം കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റിന് ഈ ചമ്മന്തി. പിന്നെ നമ്മൾ കുറച്ച് കട്ട തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ചെറിയുള്ളി ചതച്ചതും അതുപോലെ തന്നെ പച്ചമുളക് ചതച്ചതും കുറച്ച് കറിവേപ്പിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 2-3 മുട്ട, കുറച്ച് ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പിട്ട് ഒന്ന് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഓംലെറ്റ് ഉണ്ടാക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വന്നപ്പോൾ നമ്മൾ അടിച്ചു വെച്ച മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു ഭാഗം നന്നായിട്ട് ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക്.
അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഉച്ചയൂണ് കറികളാണത്. എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ട് ഇത് കഴിക്കാനായിട്ട്. നല്ല ചൂട് കുത്തരി കഞ്ഞിക്കൊപ്പം കഴിക്കാനും ഈ പരിപ്പ് പുലർത്തിയത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് കറികൾ പരിപ്പ് പുലർത്തിയതും കശുവണ്ടി ചമ്മന്തിയും ചെറുള്ളിയും പച്ചമുളകും ഇട്ട കട്ടത്തൈരും മുട്ട ഓംലെറ്റും. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ റെസിപ്പിയുമായി വരും വരെ ബൈ.